മണ്ണാർക്കാട് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് നമ്മൾ പതുക്കെ അട്ടപ്പാടി ചുരത്തിൻ്റെ മടിത്തട്ടിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മെ കാത്തിരിക്കുന്നത് കുറച്ച് കഠിനമായ പാതകളാണ്. ഈ കാണുന്ന തകർന്ന റോഡ് വെറുമൊരു റോഡല്ല, ആയിരക്കണക്കിന് ആളുകളുടെ നിത്യേനയുള്ള ദുരിതയാത്രയുടെ സാക്ഷ്യപത്രമാണ്. 2 വർഷമായി ഇതേ അവസ്ഥയിൽ തുടരുന്ന ഏകദേശം 2 കിലോമീറ്റർ ദൂരം ബാക്കിയാക്കിയ മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് 100 കോടി രൂപയുടെ റോഡ് വികസന ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കിഫ്ബി തടസ്സങ്ങളും PWD വകുപ്പിൻ്റെ ചുവപ്പ് നാടകളും ഒടുവിൽ ഇഴഞ്ഞു നീങ്ങുന്ന പണികളും ഒരു നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ ഭരണ സംവിധാനങ്ങൾ എത്രത്തോളം കരിനിഴൽ വീഴ്ത്തുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണിതെല്ലാം തന്നെ. മുന്നിലുള്ള പ്രകൃതിയുടെ വിസ്മയങ്ങൾ കാണാനുള്ള ആകാംക്ഷയിൽ എന്നിരുന്നാലും നമ്മൾ ഈ കുഴികളെയും പൊടിയെയും എല്ലാം തൽക്കാലം മറക്കുകയാണ്. ഇതാ നമ്മൾ ആനമൂളിയിലേക്ക് എത്തുകയാണ് കേട്ടോ. ഇതിപ്പോൾ ആനമൂളിയിലൊരു പെട്രോൾ പമ്പാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് അകത്തുകൂടെ കയറി നമ്മളിതാ അവിടെ തൊട്ടപ്പുറത്ത് ആനയുടെ ഒരു രൂപം പോലെ അതിൻ്റെ മസ്തകം പോലെയൊക്കെ കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, വരക്കല്ലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ നിന്നാണ് ആനമൂളി തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തകർന്ന് കിടക്കുകയാണ് റോഡ്. ഉടനെ പണി നടക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം 2ആയി. യഥാർത്ഥത്തിൽ ഒരു 5 കിലോമീറ്റർ ദൂരം അവരൊന്ന് ടാർ ചെയ്ത് തീർക്കാൻ കിഫ്ബിയുടെ ഫണ്ടാണെന്നാണ് പറയുന്നത്. ഈ കിഫ്ബി എന്ന് പറയുന്നത് ഒരു ഓട്ടസഞ്ചിയാണല്ലോ, അതിനകത്ത് പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടർ ആ പണി നിർത്തിപ്പോയി, പകരം ഊരാളുങ്കൽ തന്നെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും അവർക്കേ ഇതൊക്കെ പറ്റുകയുള്ളൂ, കാരണം ഇങ്ങനെ ഉണ്ടാക്കിയ കുറേ കാശ് കൈ കാണുമല്ലോ. അപ്പോൾ തൽക്കാലം എടുത്ത് ചിലവാക്കട്ടെ. പക്ഷേ അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഈ റോട്ടിൽ. എന്തായാലും ഈ റോഡ് വഴി നമ്മൾ ആനമൂളിയിൽ എത്തുകയാണ്. ഇവിടെ നിന്ന് ചുരം കയറി പിന്നെ നേരെ നമ്മുടെ മുക്കാലിയിലേക്കും. ഇതാ നമ്മൾ ആനമൂളിയിൽ എത്തിയിരിക്കുന്നു കേട്ടോ. അട്ടപ്പാടി ചുരത്തിൻ്റെ കവാടം. ഇവിടുന്ന് അങ്ങോട്ട് വായുവിന് ഒരു പ്രത്യേക തണുപ്പാണ്. താഴ്വരയിൽ അത്ര വലിയ തണുപ്പില്ലെങ്കിലും മണ്ണാർക്കാട് അട്ടപ്പാടി പാതയിലെ ഏറ്റവും മനോഹരമായ ആ 10 ഹെയർ പിൻ വളവുകൾ ഇവിടെ തുടങ്ങുകയാണ്. ആനമൂളി പിന്നിട്ട് 1-ാം വളവിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഈ പ്രദേശം പാലവളവെന്നാണ് പഴമക്കാർ വിളിക്കുന്നത്. ഈ പാലമരത്തെക്കുറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു കഥയുണ്ട്. പണ്ട് ഈ ചുരം പാത വെറുമൊരു മൺപാതയായിരുന്ന കാലത്ത് സന്ധ്യ മയങ്ങിയാൽ ഈ പാലച്ചുവട്ടിലൂടെ ആരും ഒറ്റയ്ക്ക് പോകാറില്ലായിരുന്നു. ആ പാലമരത്തിൽ അഴിച്ചിട്ട മുടിയുമായി ഒരു യക്ഷി വസിച്ചിരുന്നത്രേ. രാത്രികാലങ്ങളിൽ ഈ വളവ് തിരിയുമ്പോൾ കാറ്റിൽ പാലപ്പൂവിൻ്റെ ഗന്ധം അമിതമായി അനുഭവപ്പെട്ടാൽ ഡ്രൈവർമാർ വണ്ടി നിർത്താതെ പായുമായിരുന്നു. ഇന്ന് കാലം മാറി എങ്കിലും ഇപ്പോഴും അർദ്ധരാത്രിയിൽ ഈ വഴി പോകുമ്പോൾ ആ പഴയ പാലമരം ഒരു നിഗൂഢതയായി അവിടെ തന്നെ നിൽക്കുന്നു. 1-ാം വളവ് മുതൽ 10-ാം വളവ് വരെ നമ്മൾ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ്. അട്ടപ്പാടി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അട്ടകളുടെ പാടി അഥവാ സ്ഥലം എന്നാണ്. പണ്ട് മഴക്കാലത്ത് ഈ വനപാതയിലൂടെ നടക്കുമ്പോൾ അട്ടകളുടെ ശല്യം കാരണം യാത്രക്കാർ ഒരുപാട് വലയുമായിരുന്നു. അഞ്ചാം വളവ് മുതൽ 8-ാം വളവ് വരെ കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. പണ്ട് ഈ വളവുകളിൽ കാട്ടാനകൾ സ്ഥിരമായി നിലയുറപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം ഇതിന് ആനമൂളി എന്ന പേര് വന്നത്.
ആനകൾ മുരൾച്ചയോടെ നിലയുറപ്പിക്കുന്ന ഒരിടം. ഓരോ വളവ് പിന്നിടുമ്പോഴും താഴെയുള്ള ലോകം ചെറുതായി വരുന്നത് നമുക്ക് കാണാം. മണ്ണ് മാന്തി യന്ത്രങ്ങൾ വരുന്നതിന് മുമ്പ് കൈക്കോട്ടും പിക്കാസും കൊണ്ട് ഈ മല വെട്ടിത്തെളിച്ച മനുഷ്യരുടെ വിയർപ്പിൻ്റെ മണമുണ്ട് ഈ കല്ലുകൾക്കെല്ലാം തന്നെ. 9ാം വളവ് പിന്നിടുമ്പോൾ ദൂരെ മേഘങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന മല്ലീശ്വരൻ മുടി കാണണമെങ്കിൽ ഒരുപാട് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അട്ടപ്പാടിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും മലയല്ല, അവരുടെ ജീവനും ജീവിതവും കാക്കുന്ന മല്ലീശ്വരൻ എന്ന ദൈവമാണ്. ശിവരാത്രി നാളിൽ ഈ കൊടുമുടിയിൽ തെളിയുന്ന ദീപം കാണാൻ ഒരു നാട് മുഴുവൻ കാത്തിരിക്കും. അട്ടപ്പാടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വനസുന്ദരി ചിക്കൻ്റെ ഗന്ധമാണ്. കാട്ടിലെ പച്ചമരുന്നുകളും നാടൻ മസാലകളും ചേർത്ത ആ രുചി ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. ഒപ്പം ഈ മണ്ണിൽ വിളയുന്ന രാസവളങ്ങളില്ലാത്ത പൊന്നരിയും ചാമയും റാഗിയും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജനതയുടെ അധ്വാനത്തിൻ്റെ ഫലം. ഒടുവിൽ 10ാം വളവ്, ഈ ചുരത്തിൻ്റെ അവസാനത്തെ കവാടം. ഈ 10ാം വളവ് പിന്നിട്ടാൽ പിന്നെ വായുവിൻ്റെ മണം മാറും. ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മളെ പൊതിയുന്നത് വെറും ഒരു കാറ്റേയല്ല, സൈലൻറ്റ് വാലിയിൽ നിന്ന് ഒഴുകി വരുന്ന ജീവവായുവാണ്. നമ്മളിവിടെ നിർത്തുന്നില്ല, എന്തായാലും മുന്നോട്ട് പോവുകയാണ്. ഈ തണുത്ത കാറ്റിന് പച്ചമണ്ണിൻ്റെയും കാട്ടുപൂക്കളുടെയും വന്യതയുടെയും മണമുണ്ട്. ഇതുവരെയുള്ള യാത്രയുടെ ക്ഷീണവും താഴെ കണ്ട തകർന്ന റോഡിൻ്റെ മടുപ്പും ഈ ഒറ്റ കാറ്റിൽ അലിഞ്ഞു പോകുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു നിശബ്ദ സംഭാഷണം ഇവിടെ നടക്കുന്നുണ്ട്. യാത്രകൾ എപ്പോഴും ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് മാത്രമല്ല, ആ യാത്ര നൽകുന്ന അനുഭവങ്ങളെക്കുറിച്ച് കൂടിയാണ്. തകർന്ന റോഡും മുടങ്ങിക്കിടക്കുന്ന വികസനവും ഒരു വശത്ത്, മറുവശത്ത് ഈ മനോഹരമായ പ്രകൃതിയും. ഈ രണ്ടറ്റങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണ് അട്ടപ്പാടിയിലേക്കുള്ള നിലവിലുള്ള ഓരോ യാത്രയും.